ഹായ്, ബ്ലൗസിൻ്റെ കഴുത്ത് ഒട്ടും അകന്നു പോവാതെ നല്ല ഫിറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നമ്മളടുത്ത് കൊണ്ടുവരുന്ന അളവ് ബ്ലൗസ് ഇത് ക്രോസ് ബ്ലൗസാണ്. ഒത്തിരി യൂസ് ചെയ്തതാണെങ്കിൽ അതിൽ നിന്ന് കൃത്യമായ ഒരു അളവ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ വണ്ണത്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ കഴുത്ത് ഫിറ്റായിട്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണേ. നമ്മൾ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചും കൂടെ അധികം കൊടുത്ത് 15.5 മാർക്ക് ചെയ്യാണ്. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8 ഇഞ്ച്, അത് അതുപോലെ ഇങ്ങനെ തന്നെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മളെടുത്ത ഈ 15.5 കുറച്ച് ഇങ്ങോട്ടും കൂടി മാർക്ക് ചെയ്യണം. നമുക്ക് മുകൾ ഭാഗം ആ ഷോൾഡർ വരുന്ന സ്ഥലത്ത് നല്ലൊരു ലെവലായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. കഴുത്തകലം നെക്ക് വിഡ്ത്ത് 2.5 അല്ലെങ്കിൽ 2.25 എടുക്കാം. ഇവിടെ 2.5 എടുക്കുന്നത്. തച്ച് കഴിയുമ്പോൾ 3 ഇഞ്ചിനടുത്ത് വരും. ചെസ്റ്റ് 37 അതിന് 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 3 വരും. ഇവിടെ തച്ച് കഴിയുമ്പം 3 ഇഞ്ച് കഴുത്തകലത്തിന് അടുത്തെത്തും. ഇനി ഷോൾഡറാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 6.25 എടുക്കുന്നത്. കഴുത്തും നമ്മുടെ ഷോൾഡറും എല്ലാം നല്ല ഫിറ്റായിട്ടിരിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതിൽ ടോട്ടൽ ഷോൾഡർ 16 ഇഞ്ചാണ്. അതിന് നമ്മൾ നേരെ പകുതി എടുക്കുമ്പോൾ 8 ഇഞ്ച് വരും. ഇനി ബാക്ക് ഇറക്കത്തിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. ബാക്ക് 8 ഇഞ്ച് ആയതുകൊണ്ട് 1.25 ഇങ്ങോട്ട് ഈ 8 ഇഞ്ചിൽ നിന്ന് കുറയ്ക്കണം. ഷോൾഡർ 8 ഇഞ്ചിൽ നിന്ന് 1.25 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 6.25 വരും. ഇതേ 6.25 നമുക്ക് കുറച്ച് താഴേക്ക് കൂടി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം റൗണ്ട് കൈക്കുഴിക്ക് വേണ്ടി 5.5 ഇഞ്ച്, എല്ലാ ബ്ലൗസിനും 5.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത ശേഷം പിന്നീട് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നത്. ഇത് തെളിയിച്ച് വരയ്ക്കാം. ഇതാണ് ചെസ്റ്റ് ലൈൻ. ഇവിടെയാണ് നമ്മൾ വണ്ണമൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കഴുത്ത് വരച്ച ശേഷം ബാക്കിയെല്ലാം ചെയ്യാം. ഇവിടെ കഴുത്തുകളും 2.5 എടുത്തത്. താഴേക്ക് നമുക്ക് 3 ഇഞ്ച് എടുക്കാം. 3 ഇഞ്ച് എടുത്ത് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്ത ശേഷം ഇതിനകത്ത് നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. ബ്രസ്റ്റ് വണ്ണമാണ് എടുക്കുന്നത്, ചെസ്റ്റ് വണ്ണം അല്ല. ബ്രസ്റ്റ് വണ്ണം എന്ന് വെച്ചാൽ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തുനിന്ന് എടുക്കുന്ന വണ്ണം. ഇത് 40 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഭാഗിക്കുമ്പം 10 ഇഞ്ച്, അതിനോടൊരു 4 ഇഞ്ചും കൂടി. അപ്പോൾ 10.25 തയ്യൽ തുമ്പ് എത്ര? 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച്. ഇനി നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഇടുപ്പളവ് ഇവിടെ 33 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 8.25 വരും. പിന്നെ നമുക്ക് ടക്ക് എടുക്കാനായിട്ട് 1 ഇഞ്ച്. അപ്പോൾ ഇനി നമുക്ക് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. ബാക്കിൽ നമ്മൾ ഷോൾഡറും കൈക്കുഴിയും എല്ലാം ശ്രദ്ധിച്ച ശേഷം ഇനി ഫ്രണ്ടിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ചില അളവ് ബ്ലൗസ് നമുക്ക് ബുദ്ധിമുട്ടാണ്, അതെല്ലാം പറയാം. അതായത് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഇപ്പം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് 4 ഇഞ്ച് ഷോൾഡറാണ്. ഇപ്പോൾ 4 ഇഞ്ചുണ്ട്. ഇത് തച്ച് കഴിയുമ്പോൾ 3 ഇഞ്ചും 1 പോയിൻറ്റും വരും. അതല്ലെങ്കിൽ 3.25 വരും. എല്ലാവർക്കും ഒരുപോലെ 2 ഇഞ്ചും 2.5 ഇഞ്ചും പോരാ. തോൾ വീതി ഉള്ളവർക്ക് അതുപോലെ നമ്മൾ കൊടുക്കണം. അടുത്തത് കൈക്കുഴി അല്ലെങ്കിൽ ആം റൗണ്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാം. അതിന് ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. 5.5 പകുതി 2.25. അപ്പോൾ ഇവിടെ വരയ്ക്കാം. ഇനി നമ്മൾ ഷോൾഡറിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനൊരു സ്റ്റിച്ച് വരില്ലേ, അതൊന്ന് വരച്ചിടാം. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ഈ ബ്ലൗസിൻ്റെ ആം റൗണ്ടിൻ്റെ അളവ് 16.25. അപ്പോൾ നമുക്കതിൻ്റെ പകുതി 8.1. ഇത് കറക്റ്റാണെന്നുള്ളത് നോക്കിയിരിക്കണം ഉറപ്പായും. കൂടുതലാണെങ്കിൽ കുറയ്ക്കണം, കുറവാണെങ്കിൽ നമ്മൾ കൂട്ടണം. ഇവിടെ ഒരു പോയിൻറ്റിൻ്റെ കുറവുണ്ട്. 8.1 നമുക്ക് വേണ്ടത്. ഈ 1 ഒരു പ്രശ്നമല്ല, ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ 4 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങോട്ട് കുറവാണെങ്കിൽ നമ്മൾ താഴ്ത്തി വരയ്ക്കണം. ഇനി നമ്മുടെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം തന്നെ കഴുത്തകന്ന് പോകരുത്, നല്ല ഫിറ്റ്നസ്, നല്ല ഫിനിഷിങ് കിട്ടണം. അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഫ്രണ്ട് പാർട്ട്, നമ്മുടെ മുൻവശത്ത് വരുന്ന ആ പീസ്, അതിലെടുക്കുന്ന അളവുകൾ കറക്റ്റായിരിക്കണം. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ബാക്ക് പീസ് വെച്ച് ഷോൾഡറും നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആം റൗണ്ടും എല്ലാം നമുക്കൊന്ന് വരച്ചിടാം. വണ്ണത്തിൻ്റെ സൈഡും വരുമ്പോൾ മാത്രം നമ്മളവിടെ കുറച്ചധികം ഈ താഴ്ഭാഗത്തോട്ട് വരുമ്പം കുറച്ചധികം ഇട്ടേക്കണം. കിട്ടുന്നുണ്ടാകുന്ന നോക്കിയ ശേഷം മാത്രമാണ് നമ്മളവിടെ ബ്ലൗസ് വെച്ച് വരയ്ക്കേണ്ടത്. ബ്ലൗസ് വെച്ചല്ല, ബാക്ക് പീസിൽ നിന്നും ഒരു 1.5-2 ഇഞ്ച് അധികം ഇവിടെ ഉണ്ടാകുന്ന നോക്കിയിട്ടാണ് നമ്മളവിടെ ഈ ബാക്ക് പീസ് എടുത്ത് വെക്കേണ്ടത്. ഇവിടെ കിട്ടുമെന്ന് നോക്കണം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു വിട്ട് വരുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് വരച്ച് വെക്കണം. അതായത് ഇതുപോലെ ഒന്ന് വരയ്ക്കണം. എന്നാലേ ഫ്രണ്ട് നെക്ക് നമുക്ക് കറക്റ്റായിട്ട് അളന്ന് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. ക്രോസ് പീസ് ആയതുകൊണ്ട് അത് ഷേപ്പ് മാറിപ്പോയാൽ നമ്മുടെ കഴുത്ത് വളഞ്ഞും പൊളഞ്ഞും ആയിപ്പോവും. ഇനി ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് വരയ്ക്കാം.
അത് 6 ഇഞ്ച്, 6.25, 6.5, അന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം. 7 ഇഞ്ച് കൂടുതലൊക്കെ ആയിപ്പോയാൽ ഫ്രണ്ട് ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോകും. കഴുത്തിൻ്റെ ഷേപ്പും കൂടി വരച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫ്രണ്ട് പാർട്ട്, ബോഡി പാർട്ട്. നമ്മുടെ ബ്ലൗസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഷോൾഡർ ടു പോയിൻ്റ് വരെയും ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയും വരുന്ന ഈ ഒരു ഫ്രണ്ട് പാർട്ട്, ഇതിൻ്റെ അളവ് കറക്റ്റായാൽ മാത്രമേ ബ്ലൗസ് നേരെ നിൽക്കൂ. ഇല്ലെങ്കിൽ ബ്ലൗസ് തോന്നുന്ന വഴിക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് പോവും. അപ്പോൾ അതിൻ്റെ അളവുകൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഷോൾഡർ ടു പോയിൻ്റ് വരെയുള്ള ലെങ്ത് നമ്മുടെ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 എടുക്കണം. ബ്രസ്റ്റ് വണ്ണമാണ് ഏറ്റവും വണ്ണം കൂടി നിപ്പിൾ ലൈനിൽ വരുന്ന ആ ഒരു വണ്ണം എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഭാഗിക്കണം. എന്നിട്ട് ഇത് അതുപോലെ നമുക്ക് എടുക്കാം. ആർക്ക്? ഇതുപോലെ മീഡിയം വണ്ണമുള്ളവർക്ക്. ഇതിപ്പോൾ 40 ഇഞ്ച് ബ്രസ്റ്റുള്ള ബ്ലൗസാണിത്. പക്ഷേ നമുക്കിതിൽ 36, 35, 37 ഒക്കെ വണ്ണം വരും. അതേപോലെ 45-ന് മുകളിലോട്ട് വണ്ണം വരും. അവർക്ക് 45-ന് മുകളിലോട്ടാണെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടണം. 4/1 കൂടെ 4ആയിട്ട് ഭാഗിച്ചതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടണം. അതായത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് അങ്ങ് പോവും. പിന്നെ നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ വരും. എന്തായാലും 1 ഇഞ്ച് കൂടണം. വണ്ണം നല്ലപോലെ കൂടുതലുള്ളവർക്കാണ്. ഇനി നമുക്ക് 35, 36 വണ്ണം ഉണ്ടെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിന് 4 കൊണ്ട് ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ടാണ്, കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെസ്റ്റ് റൗണ്ടിന് 4 കൊണ്ട് ഭാഗിക്കണം. ഒരു 1/2 ഇഞ്ചും കൂടെ ചിലർക്ക് കൂട്ടേണ്ടി വരും. ഇനി അതായത് ഇപ്പോൾ 35 വണ്ണമുള്ളവരുണ്ട്, 45 വണ്ണമുള്ളവരുണ്ട്. ഇതിനിടയ്ക്ക് വണ്ണമുള്ളവരില്ലേ, അത് അപ്പോഴാണ് ആ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വ്യത്യാസം വരുന്നത്. പിന്നീട് നമുക്ക് ഒത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് ഇതേ വണ്ണമാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടണം. അവർക്കും ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ച്, ചെസ്റ്റിന് 4/1 പ്ലസ് 1 ഇഞ്ച്. ഈ ബ്ലൗസിന് ബ്രസ്റ്റ് വണ്ണം 40 ഉണ്ടെന്നേ ഉള്ളൂ. ഓവറായിട്ട് വണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബ്രസ്റ്റിനെ 4 കൊണ്ട് ഭാഗിച്ചിട്ട് ഒരു 1/4 ഇഞ്ച്, അങ്ങനെയാണ് ഇവിടെ 10.25 ഷോൾഡർ ടു പോയിൻ്റ് വരെയുള്ള ലെങ്ത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ബ്ലൗസ് തയ്ച്ചാൽ മാത്രമേ ബ്ലൗസ് കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ ബ്ലൗസിൻ്റെ ബാക്ക് ഇറക്കം അനുസരിച്ച് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്താലാണ് ബ്ലൗസ് കുളമായി പോകുന്നത്. അപ്പോൾ അടുത്തത് നമുക്കിനി ബോഡി പാർട്ട്, ഷോൾഡർ തൊട്ട് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഈ ഒരു പാർട്ടിൻ്റെ ഫുൾ ലെങ്ത്. നമ്മുടെ ഈ ബ്ലൗസിന് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് വണ്ണത്തിനെ 3 കൊണ്ട് ഭാഗിച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 13.5 ഈ ഒരു പാർട്ടിന് കിട്ടിയത്. കൊണ്ടുത്തരുന്ന അളവ് ബ്ലൗസ് കറക്റ്റ് അളവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നേരിട്ട് ടേപ്പ് വെച്ചെടുത്ത് എല്ലാം അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ 3/1, 4/1 ഒന്നും എടുക്കണ്ട. അത് നമുക്ക് ഈസിയാണ് കുറേ കൂടി. പക്ഷേ ചില അളവ് ബ്ലൗസ് നമുക്ക് അളവെടുക്കാൻ പറ്റാത്ത വിധമാണ്. അത് വലിഞ്ഞ് പോയി നമ്മുടെ ഈ ഷോൾഡർ ടു പോയിൻ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല, വലിഞ്ഞങ്ങ് പോവും. അങ്ങനെയുള്ളത് എങ്ങനെ എടുക്കണമെന്ന് ഈ വീഡിയോ പറയാം. അപ്പോൾ ഈ ലൈൻ തെളിയിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇവിടെ നിന്ന് മുകളിലേക്ക്, ഇതായി പട്ട വരുന്ന ഭാഗത്ത് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്തൊരു 1/4 ഇഞ്ച് പുറത്തേക്ക് അകലം കൊടുത്തിട്ട് നെക്കിന്ന് ചരിച്ചൊരു 1/4 ഇഞ്ച് ഇങ്ങനെ കൊടുക്കാം. ടക്കിൻ്റെ അകലം ഒരു 4.25. ഈ അളവിലൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും നമുക്ക് ബ്ലൗസിൻ്റെ ഫിറ്റ്നസ്സിനെ ബാധിക്കത്തില്ല. അപ്പം ഇനി ബാക്കിയെല്ലാം ഈ 4.25 താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ, തൊട്ടിപ്പുറത്തോട്ടൊരു 1.5 ഇഞ്ച്, ഇപ്പുറത്തോട്ട് 1.5 ഇഞ്ച് ടക്ക് വരയ്ക്കാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇത് നമുക്കങ്ങ് ഷേപ്പ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ടക്കിൻ്റെ കറക്റ്റ് എടുക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ടക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതെന്ന്. ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. നമുക്ക് കൈക്കുഴി കുഴിച്ച് വരയ്ക്കാം. ഇനി ടക്ക് മാർക്ക് ചെയ്യാം. ഹൂക്ക് പടി വരുന്ന ഭാഗത്ത് നമ്മുടെ ഈ 10.25 എടുത്ത് ആ ഒരു ലൈനില്ലേ, അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുകളിലായിരിക്കണം അത്. ഈ 1/2 ഇഞ്ചിനേക്കാളും താഴേക്ക് ആവേ ചെയ്യരുത്, തെറ്റാണത്. എന്നിട്ട് ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ ടക്കും ഈ അകലവും, ഈ ടക്കും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് ആ അകലമായിരിക്കണം. ഇനി കൈക്കുഴി എന്നുള്ള ടക്ക് നമുക്ക് ഈ 2 ടക്കും എടുത്ത ശേഷം എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് ആം റൗണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരയ്ക്കാം. നമ്മൾ ഈ കുഴിച്ച് കിട്ടുമ്പോൾ ഇവിടെ ആവരുത്, ഈ സൈഡിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഇവിടെയാണ് കുഴിഞ്ഞ് വരേണ്ടത്. ഒരളവും കൂടെ കറക്റ്റായിട്ട് നോക്കാനുണ്ട്. നമ്മൾ ടക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുണ്ടാകുന്നു. അത് നോക്കുന്നതിന് മുമ്പ് അങ്ങ് കട്ട് ചെയ്ത് തുടങ്ങി നമുക്കത് നോക്കാം. നമുക്കിവിടെ ടക്ക് എടുത്ത് കഴിഞ്ഞാൽ 8.25 തയ്യൽത്തുമ്പാണ് വേണ്ടത്. ഇവിടെ ഇത്രയും നോക്കി അത് മടക്കിയിട്ട് ഇപ്പുറത്ത് വെച്ച് ഇങ്ങനെ എടുത്തു പോവാം. അപ്പോൾ നമുക്ക് 8.25 കഴിഞ്ഞ് പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അത് നോക്കുമ്പം ഒരു 1/2 ഇഞ്ചോളമാണ് നമുക്കിവിടെ വേണ്ടത്.
ചില സമയത്ത് നമുക്ക് ഇതിനേക്കാളും കൂടുതൽ വേണ്ടി വരും. ടക്ക് കൂടുതൽ പിടിച്ചടിക്കുന്ന സമയത്ത് നമുക്കിവിടുന്ന് അങ്ങോട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. കഴുത്ത് അകന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോഡി പാർട്ടിലാണ്. ബ്ലൗസിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ ഇറക്കം കൂട്ടരുത്. പകരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാൻഡ് പീസിലാണ്. നമ്മളടുത്ത് കൊണ്ടുവരുന്ന ഒരു ബ്ലൗസ് അത് സ്ട്രെയിറ്റ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇത് അളവെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അത് ക്രോസ് ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും. പിന്നെ അത് ഷിഫോൺ ടൈപ്പുള്ള സാരിയിൽ നിന്നെങ്ങാനും എടുത്തതാണെങ്കിൽ പറയാൻ വേണ്ട, അത് ഒത്തിരി വലിഞ്ഞു പോകും. ഇപ്പോൾ കയ്യിലിരിക്കുന്ന ബ്ലൗസിൽ നിന്ന് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്കിത് ക്വാളിറ്റിയാണ്, അതിനകത്ത് എടുക്കുന്ന ലൈനിങ്ങും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇത് ഒത്തിരി വലിഞ്ഞു പോകത്തില്ല. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 9.25 വരുന്നത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടി എടുക്കുകയാണെങ്കിൽ ഒരു 10 ഇഞ്ച് വരും. ഒരുപാട് പിടിച്ച് വലിച്ച് അളവെടുത്ത് നമ്മൾ അളവ് തെറ്റിപ്പോകും. നോർമലായിട്ട് വെച്ച് അളവെടുത്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പുള്ള ബ്ലൗസ് ആണെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഈ ബ്ലൗസ് വെച്ച് തന്നെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് 10 ഇഞ്ചെന്ന് കിട്ടി. ഇനി ഇത് കിട്ടാത്ത ബ്ലൗസ് എന്ത് ചെയ്യാൻ നോക്കാം. ഈ പോയിൻറ്റിൽ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ടിങ്ങനെ പട്ടയുടെ സൈഡിലോട്ട് അതിനെ ഒന്ന് ചരിച്ച് വെക്കണം. അതിനുശേഷം ഒരു സ്കെയിൽ എടുത്ത് ഇങ്ങനെ നേരെ ലെവലിന് വെക്കണം. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചരിഞ്ഞ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം, നല്ല ലെവലിന് വെക്കണം. ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒന്നും പോവാതെ നേരെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള അളവ് നമുക്കൊന്ന് എടുക്കാം. ഇതിലിപ്പം വരുന്നത് 4 ഇഞ്ചാണ്. തയ്യൽ തുമ്പം ചേർത്ത് 4 ഇഞ്ചാണ് വരുന്നത്. എല്ലാവരും കൈക്കുഴി പല അളവിലാണ് എടുക്കുന്നതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് അളവ് നമ്മൾ 5.5 വെച്ച് ഒന്ന് കണക്കാക്കിയാൽ ഇവിടെ 5.5യും ഈ 4ഉം 9.5. അപ്പോൾ നമുക്ക് ഈ രീതിയിലും കൂടി നമ്മൾ ഒത്തിരി വലിഞ്ഞു പോയ അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പം ശരിയാണോ നമ്മൾ എടുക്കുന്നതെന്ന് ഈ രീതിയിലും കൂടെ ഒന്ന് നോക്കാൻ പറ്റും. ആംറൗണ്ട് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ബാക്ക് പീസിൻ്റെ ആംറൗണ്ട് എത്രയെന്ന് അളന്ന് നോക്കിയാൽ മതി. ഇവിടെ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോയിലേ നമ്മുടെ കഴുത്ത് കുറച്ച് ചരിഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഷോൾഡർ കൊടുത്തിരുന്നെങ്കിൽ ഇതിങ്ങനെ ചരിഞ്ഞു പോവാതെ കറക്റ്റായിട്ടിരുന്നേനെ. അപ്പോൾ ചെറിയ ഷോൾഡർ ഉള്ളവർക്ക് നമുക്ക് ചെറുത് കൊടുക്കാം, എന്നാൽ വീതി ഉള്ളവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.